4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരള പോലീസിന് ഉത്തരം കിട്ടാത്ത ചോദ്യം: സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ സുഹൃത്ത് ചാക്കോയെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച ശേഷം ഒളിവിൽ പോയ കുറുപ്പിനെക്കുറിച്ച് ഇതുവരെയും യാതൊരു സൂചനയുമില്ല. ആ തിരോധാനത്തിന് പിന്നിൽ പല നിഗൂഢതകളുമുണ്ട്. സംസ്ഥാന കുറ്റാന്വേഷണ ചരിത്രത്തിൽ പ്രമാദമായ ചാക്കോ വധക്കേസിൻ്റെ ചുരുളഴിക്കാനുള്ള നീക്കത്തിലാണ് വീണ്ടും ക്രൈംബ്രാഞ്ച്. പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് പിടികിട്ടാപ്പുള്ളിയായി തുടരുന്ന സുകുമാരക്കുറുപ്പിന് എന്താണ് സംഭവിച്ചതെന്നറിയണം. അന്വേഷണം വഴിമുട്ടിയ കേസുകളെല്ലാം പുനരന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായാണ് നീക്കമെന്ന് പോലീസ് വിശദീകരിക്കുന്നു. ജനുവരി 21 പുലർച്ചെ 3 മണി. മാവേലിക്കരയ്ക്കടുത്ത് കുന്നത്തെന്ന പ്രദേശത്ത് റോഡിനോട് ചേർന്ന വയലിൽ കത്തിയമരുന്ന കാറ് കണ്ട് പരിസരവാസികൾ അവിടേക്ക് ഓടിയെടുത്തു. കേരളം എക്കാലവും കണ്ട പ്രമാദമായ ഒരു കേസിന്റെ തുടക്കമാകും അതെന്ന് ഒരാളും കരുതിയില്ല. കൃത്യമായി പറഞ്ഞാൽ 42 വർഷം പിന്നിട്ടിട്ടും കേരള പോലീസിന് മുന്നിലെ പ്രഹേളിക. മറന്നീങ്ങാത്ത സുകുമാരക്കുറുപ്പെന്ന എക്കാലത്തെയും പ്രതിസന്ധി. 80കളിൽ കൊൽക്കത്തയിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്ന് അവകാശപ്പെട്ട് കേരള പോലീസിന് വിവരം നൽകിയ ഹരിപ്പാട് കാർത്തികപ്പള്ളി സ്വദേശി നഴ്സ് രത്നമ്മ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് അടുത്തിടെ തിരികെ നാട്ടിലെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം ഇവരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സുകുമാരക്കുറുപ്പിനെ മുഖാമുഖം കണ്ടതിനെക്കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് സംഘം നേരിട്ട് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചത്. 42 വർഷം മുൻപാണ് സുകുമാരക്കുറുപ്പ് ഇൻഷുറൻസ് തുകയായ 30 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ സിനിമാ വിതരണ കമ്പനി പ്രതിനിധിയായ NJ ചാക്കോയെ കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചത്. കുറുപ്പ് അപകടത്തിൽ മരിച്ചെന്നാണ് എല്ലാപേരും കരുതിയത്. എന്നാൽ മരിച്ചത് ചാക്കോയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കുറുപ്പ് അപ്രത്യക്ഷനായിരുന്നു. വിദേശത്തു നിന്നുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ കുറുപ്പ് തയ്യാറാക്കിയ ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. കരുവാറ്റയിലെ തിയേറ്ററിൽ നിന്ന് രാത്രി മടങ്ങുമ്പോൾ കുറുപ്പിന്റെ KLQ 7831 എന്ന നമ്പറിലുള്ള കാറിൽ ലിഫ്റ്റ് ചോദിച്ച ചാക്കോ ഡോർ തുറന്നത് തന്റെ മരണത്തിലേക്കായിരുന്നു. ഭാര്യ സഹോദരി ഭർത്താവ് ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, ഗൾഫിലെ സഹപ്രവർത്തകൻ ചാവക്കാട് സ്വദേശി ഷാഹു എന്നിവരെ ഒപ്പം ചേർത്തായിരുന്നു കുറുപ്പ് കൊലപാതകം പ്ലാൻ ചെയ്തത്. വിദേശത്തു നിന്നുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് ആലപ്പുഴ വണ്ടാനത്തെ ബംഗ്ലാവിന്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു ഉദ്ദേശം. മൃതദേഹത്തിനായി ആദ്യമെത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. മൃതദേഹങ്ങളിൽ ഫോർമാലിൻ സാന്നിധ്യമുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുമെന്നുള്ളതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിലെ ജീവനക്കാരനെ സമീപിച്ചു. പക്ഷേ മൃതദേഹം നൽകാൻ അദ്ദേഹം സന്നദ്ധനായില്ല. തുടർന്ന് കൽപ്പകവാടി ഹോട്ടലിലെ വെയിറ്റർ രാമചന്ദ്രനെ നോട്ടമിട്ടു. കാഴ്ചയിൽ കുറുപ്പുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു രാമചന്ദ്രന്. പക്ഷേ സാഹചര്യം പ്രതികൂലമായതിനാൽ കൊലയാളി സംഘത്തിന്റെ നീക്കം പാളി. അന്നേ ദിവസം തന്നെ 2 കാറുകളിലായി സംഘം ഓച്ചിറ വരെ ഇരയ്ക്കായി ചുറ്റിക്കറങ്ങി. പറ്റിയയാളെ കിട്ടാതെ മടങ്ങുമ്പോഴായിരുന്നു കരുവാറ്റയിൽ ബസ് കാത്തുനിന്ന ചാക്കോയെ കണ്ടത്. ലിഫ്റ്റ് കൊടുത്ത ശേഷം യാത്രക്കിടയിൽ നിർബന്ധിച്ച് ചാക്കോയെ മദ്യം കുടിപ്പിച്ചു. പിന്നീട് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തി. നേരെ കുറുപ്പിന്റെ ഭാര്യ വീട്ടിലെത്തി മൃതദേഹത്തിൽ കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കുന്നം ഭാഗത്തെത്തി ജഡം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തിയ ശേഷം വയലിലേക്ക് തള്ളിയിറക്കി. പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇതിനിടെ പ്രതികളിൽ ചിലർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. കാറിനുള്ളിൽ കണ്ട കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ പെട്രോൾ പോലെ എന്തോ ഒഴുകി തീപിടിച്ചിരുന്നു. ഓടുന്ന കാറിന് തീപിടിച്ചതാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് അന്വേഷണ സംഘം വിലയിരുത്തി. മരിച്ചയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെ അംശമുണ്ടായിരുന്നില്ല. കാർ ഓടിക്കുമ്പോൾ തീപിടിച്ചതല്ല എന്ന് അതോടെ വ്യക്തമായി. വിദേശത്ത് ശത്രുക്കളുള്ള കുറുപ്പിനെ അവർ കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചെന്ന് പോലീസിൽ പരാതിപ്പെട്ടത് ഭാസ്കരപിള്ളയാണ്. DYSP സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ പിള്ള മുഴുക്കൈ ഷർട്ടിട്ടാണ് എത്തിയത്. ഇത് മുകളിലേക്ക് മടക്കി വയ്ക്കാൻ പോലീസ് നിർദ്ദേശിച്ചു. 2 കൈയിലും പൊള്ളലേറ്റത് വെളിപ്പെട്ടതോടെ സത്യം ചുരുളഴിഞ്ഞു. വിസ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചതിനാൽ താനാണ് കുറുപ്പിനെ കൊന്നതെന്ന് പിള്ള മൊഴി നൽകി. പക്ഷേ പിന്നീട് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിൽ അയാൾ എല്ലാം ഏറ്റുപറഞ്ഞു. ആ സമയത്ത് കുറുപ്പ് ആലുവയിലെ ലോഡ്ജിൽ ഒളിച്ചു കഴിയുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പിള്ള കുടുങ്ങിയതറിഞ്ഞ് മുങ്ങിയ കുറുപ്പ് 4 പതിറ്റാണ്ടിനിപ്പുറവും കാണാമറയത്തു തന്നെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും കുറുപ്പിനെ കണ്ടുവെന്നറിയിച്ച് നിരവധി പേർ പോലീസിന് വിവരം നൽകിയിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഇന്റർപോൾ ഉൾപ്പെടെ ഇടപെട്ടുവെങ്കിലും കുറുപ്പ് എവിടെയെന്നത് ഇന്നും അജ്ഞാതം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുറുപ്പിന് ഇപ്പോൾ 82 വയസ്സ് പിന്നിട്ടിട്ടുണ്ട്.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.